ഇന്നലെയാണ് ദേവൻ ബി.ജെ.പിയിൽ നിന്നും രാജിവെക്കുന്നുവെന്ന വാർത്ത. അത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരുന്നത്. അത് ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രസംഗിക്കവെയാണ് ദേവന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഞെട്ടിക്കുന്നതായ ഒരു പ്രഖ്യാപനമുണ്ടായത്. അതോടെ ബി.ജെ.പി വിടുന്നുവെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ കടുത്ത അതിർത്തിയും ആക്ഷേപണങ്ങളുമായി പ്രമുഖ ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ ദേവൻ രംഗത്ത് വന്നത് എല്ലാവരെയും അത് ബി.ജെ.പിയെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ബി.ജെ.പിയിൽ നിന്ന് തനിക്ക് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നതെന്നും തന്റെ വാക്കിന് ഒരു വിലയുമൊന്നും ഉണ്ടായില്ല എന്നാണ് ദേവൻ പറയുന്നത്. അതായത് പാർട്ടി ഒട്ടും ഒരു അവസരവും തനിക്ക് നൽകിയില്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും ബി.ജെ.പിയിൽ നിന്നും എനിക്ക് കിട്ടിയില്ല എന്നാണ് ദേവൻ തുറന്നടിച്ചത്. ബി.ജെ.പിയുമായി തന്റെ പാർട്ടി ലയിക്കുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് താൻ ആവശ്യപ്പെട്ട സെക്രട്ടറി സ്ഥാനം നൽകാൻ നേതൃത്വം തയ്യാറായില്ലെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാർട്ടിയിൽ തനിക്കുണ്ടായിരുന്ന പദവികൾ ഓരോന്നായി എടുത്തു മാറ്റിയതാണെന്ന് ദേവൻ പറയുന്നുണ്ട്. അതാണ് ദേവനെ ഈ ബി.ജെ.പിയിൽ നിന്നും രാജിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ദേവനെ എത്തിച്ചത്. 2023 ബി.ജെ.പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ ബോധപൂർവം ഒഴിവാക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെ തഴഞ്ഞുകൊണ്ട് മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിനുള്ള അതിർത്തിയും ദേവൻ പരസ്യമാക്കി. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടല്ല താൻ പാർട്ടി വിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബി.ജെ.പി വിട്ടാലും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ തുടരാനാണ് ദേവന്റെ തീരുമാനം. ബി.ജെ.പി ലയിപ്പിച്ച തന്റെ പഴയ രാഷ്ട്രീയ പാർട്ടിയായ കേരള പീപ്പിൾസ് പാർട്ടി പുനർജീവിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. മുമ്പ് ബി.ജെ.പിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്റെ പാർട്ടി അതിൽ ലയിപ്പിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ പുതിയ സഖ്യ സാധ്യതകളും ദേവൻ തേടുന്നുണ്ട്. തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്രിക്കഴകവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് ദേവൻ പറയുന്നത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലും സ്വാധീനമുണ്ടാക്കാൻ ദേവന്റെ പുതിയ നീക്കം വഴി തുറക്കുമോ എന്നാണ് ഇനി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. തന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളുമാണ്. എന്നാൽ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ലൈൻ ഇതല്ലെന്ന് തനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. ബി.ജെ.പിയിൽ ചേർന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷമായി താൻ കടുത്ത അവഗണനയാണ് നേരിടുന്നത്. പാർട്ടിയിൽ തനിക്ക് അർഹമായ ഇടം നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെന്നാണ് ദേവൻ തുറന്നടിച്ചത്. ബി.ജെ.പിക്ക് വേണ്ടി താൻ ശക്തമായി തന്നെ രംഗത്തിറങ്ങി പല തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് താൻ നൽകിയ സംഭാവനകൾ വലുതാണ്. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുമെന്നും ദേവൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തുടങ്ങിയ ദേവൻ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും സ്വന്തമായ ഒരു നിലപാടും ശൈലിയും സൂക്ഷിച്ച ഒരു നേതാവാണ്. കേവലം ഒരു സിനിമാ താരത്തിന്റെ ജനപ്രീതിക്കപ്പുറം വ്യക്തമായ സാമൂഹ്യ കാഴ്ചപ്പാടുകളോടെയാണ് അദ്ദേഹം 2 പതിറ്റാണ്ടിലേറെയായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ മുന്നണികളായ LDF-ന്റെയും UDF-ന്റെയും രാഷ്ട്രീയ ശൈലികളോടുള്ള വിയോജിപ്പാണ് ദേവനെ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത്. 2004 അദ്ദേഹം കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചു. അഴിമതിരഹിത ഭരണം, സാമൂഹ്യ സമത്വം എന്നിവ ലക്ഷ്യമിട്ട പാർട്ടി പൂർണ്ണമായും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളിലും അതോടൊപ്പം തന്നെ മാനവികതയിലുമാണ് വിശ്വസിച്ചിരുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു.